ചാപ്റ്റർ 5 ബഹാദൂർ ബിത്തോ. ബഹാദൂർ ബ്രേവ്. ബിത്തോ ഒരു പേരാണ്. ഏക് കിസാൻ ഥാ. കിസാൻ കർഷകൻ. ഒരു കർഷകനുണ്ടായിരുന്നു. ഉസ്കി ബീവി കാ നാം ഥാ ബിത്തോ. അവരുടെ ബീവി ഭാര്യയുടെ പേരായിരുന്നു ബിത്തോ. ഏക് ദിൻ കിസാൻ നെ ബിത്തോ സേ കഹാ. ഒരു ദിവസം കർഷകൻ ബിത്തോ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, सुबह जब मैं खेत में हल चला रहा था तो एक शेर ने आकर कहा. സുബഹ രാവിലെ, ഖേത്ത് പാടം, ഹൽ പ്ലഫ് പാടത്ത് പണി ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സിംഹം, ഷേർ പറഞ്ഞ സിംഹം, ഷേർനെ ആക്കർ കഹ, ഷേർ വന്നിട്ട് പറഞ്ഞു, കിസാൻ കിസാൻ അപ്നാ ബേൽ മുझे ദേ ദേ വർന मैं तुझे खा जाऊंगा. കർഷക, നിന്റെ ബേൽ പറഞ്ഞ കാളകൾ, നിന്റെ കാളകളെ എനിക്ക് താ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കഴിക്കും. ബിത്തോനെ ഉസ്സെ പൂച്ച. അപ്പോൾ അത് കേട്ടിട്ട് ഭാര്യ ചോദിച്ചു, തൂനെ ക്യാ ജവാബ് ദിയ. നീ എന്താ ഉത്തരം കൊടുത്തത്? ജവാബ് പറഞ്ഞ ഉത്തരം. ജവാബിൻ്റെ ഓപ്പോസിറ്റാണ് പ്രശ്ന. ജവാബ് പറഞ്ഞ ഉത്തരം. നീ എന്താ ഉത്തരം കൊടുത്തത്? കിസാൻ ने कहा, मैंने कहा तू यहीं रुक, मैं घर जाकर अपनी गाय ले आता हूँ. ഞാൻ പറഞ്ഞു സിംഹത്തിൻ്റെ അടുത്ത്, സിംഹമേ നീ അവിടെ നിൽക്ക്, ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ഗായ് പശുവിനെ കൊണ്ടുവരാം. അഗർ തു ബേൽ ഖാലേഗ तो हम लोग भूखो मर जाएंगे. നീ ഞങ്ങളുടെ കാളകളെ കഴിച്ചാൽ ഞങ്ങൾ വിശന്ന് മരിച്ചു പോകും. യഹ് സുൻകർ ബിത്തോ കോ ബഹുത് ഗുസ്സ ആയ. ഗുസ്സ ദേഷ്യം. ഇത് കേട്ടിട്ട് ഭാര്യയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു. ഉസ്നെ കിസാൻ കോ ഫട്കാര. ഫട്കാര ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു, ഘർ കി ഗായ് ഷേർ കോ ഖിലാത്തെ തുझे ശരം നഹി ആത്തി. ശരം, ഷേം, നാണം. വീട്ടിലത്തെ പശുവിനെ സിംഹത്തിന് കൊടുക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് നാണം വന്നില്ലേ? അങ്ങനെ പറഞ്ഞതിന് നിങ്ങൾക്ക് നാണം വന്നില്ലേ? അഗർ ഗായ് ചലി ഗൈ तो घर में ना दूध ना लस्सी. പശു പോയി കഴിഞ്ഞാൽ വീട്ടിൽ പാലും ഉണ്ടാവില്ല, മോരും ഉണ്ടാവില്ല. ബച്ചെ റോട്ടി കിസ് ചീസ് കെ സാത്ത് ഖായെങ്കെ. കുട്ടികൾ റൊട്ടി എന്തിൻ്റെ കൂടെയാണ് കഴിക്കുക? ബിത്തോ കോ ഏക് തർക്കീബ് സൂജി. തർക്കീബ് സൂജി ഒരു ഐഡിയ വന്നു. ബിത്തോന് ഒരു ഐഡിയ വന്നു, ഒരു സൂത്രം തോന്നി. ഉസ്നെ കഹാ, തും ഫौरन खेत में जाकर शेर से कहो कि मेरी बित्तो तुम्हारे खाने के लिए एक घोड़ा लेकर आ रही है. ബിത്തോ പറഞ്ഞു, ഫോറൻ, ഉടൻ തന്നെ നിങ്ങൾ പോകൂ, എന്നിട്ട് സിംഹത്തിൻ്റെ അടുത്ത് പറയൂ, എൻ്റെ ഭാര്യ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഏക് ഘോഡ, ഒരു കുതിരയെ കൊണ്ടുവരുന്നുണ്ട്. കിസാൻ ഡർത്ത ഡർത്ത ഷേർ കെ പാസ് ഗയ. കർഷകൻ പേടിച്ച് സിംഹത്തിൻ്റെ അടുത്ത് പോയി. ഉസ്നെ കഹാ, ഷേർ രാജ, സിംഹരാജാവേ, ഹമാരി ഗായ് തോ ബഡി മരിയൽ ഹെ. മരിയൽ, എല്ലുംതോല്. ഞങ്ങളുടെ പശു ഭയങ്കര എല്ലുംതോലാണ്, ഭയങ്കര മെലിഞ്ഞിട്ടാണ്. ഉസ്സേ തുമ്ഹാരാ ക്യാ ബനേഗ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താകും? മേരി ബീവി അഭി തുമ്ഹാരേ ലിയേ ഏക് മോട്ടാ താസ ഘോഡ ലേക്കർ ആ രഹി ഹെ. എൻ്റെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോട്ടാ താസ, തടിച്ച് കൊഴുത്ത് നല്ല ഫ്രഷായ ഒരു കുതിരയെ കൊണ്ടുവരുന്നുണ്ട്. बित्तो ने सिर पर एक बड़ा सा पगड़ बांधा और हाथ में दरांती लेकर घोड़े पर सवार हो गई. बित्तो सिर पर, തലയിൽ, एक बड़ा सा പഗ്ഗഡ് പറഞ്ഞ തലപ്പാവ്, और हाथ में दरांती, ദരാന്തി പറഞ്ഞ അരിവാള്. ഇതുപോലെ, ഇതാണ് തലപ്പാവ്, ഇത് ദരാന്തി. തലപ്പാവും കെട്ടി കയ്യിലൊരു അരിവാളും കൊണ്ട് लेकर घोड़े पर सवार हो गई. കുതിര മേലെ കയറി സവാരിയായി. घोड़ा दौड़ाती वह खेत पर पहुंची और जोर से चिल्लाई. കുതിരയെ ഓടിച്ച് അവർ പാടത്തെത്തി. എന്നിട്ട് ഒച്ചയിൽ ഒന്ന് ഒച്ച വെച്ചു. जोर से चिल्लाई, ഒച്ച വെച്ചു. अरे किसान, तू तो कहता था कि तूने 4 शेरों को फांस रखा है. अरे किसान, കർഷക, നീയല്ലേ പറഞ്ഞേ നീ 4 സിംഹത്തെയാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. ഫാസ് കർ റഖാ ഹെ, കെട്ടിവെച്ചിരിക്കുന്നത്. യഹാ തോ സിർഫ് ഏക് ഹി ഹെ, ഇവിടെ ആകെ ഒരാളേ ഉള്ളൂ.
ബാക്കി കഹാം ഗए? ബാക്കിയുള്ളവർ എവിടെ പോയി? फिर वह घोड़े से उतरकर शेर की तरफ बढ़ी और कहने लगी. എന്നിട്ട് അവർ ഘോഡേസെ ഉത്തർക്കർ കുതിരമേലെന്ന് ഇറങ്ങി സിംഹത്തിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ കോയി ബാത് നഹി, നാശ്തേ മേ ഏക് ഹി ഷേർ കാഫി ഹെ. ഇന്ന സാരില്ല, നാശ്ത ബ്രേക്ക്ഫാസ്റ്റിന് ഒരെണ്ണം തന്നെ മതിയാകും. इतना सुनना था कि शेर डर के मारे कांपने लगा और भाग खड़ा हुआ. ഇത് കേട്ടതും സിംഹം പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് നിന്ന നിൽപ്പിൽ ഓടിപ്പോയി. യഹ് ദേഖ്കർ ബിത്തോ ബോലി, ദേഖാ ഇസെ കഹത്തെ ഹെ ഹിമ്മത്ത്. ഇത് കണ്ടിട്ട് ബിത്തോ പറഞ്ഞു, കണ്ടുവോ, ഇതിനെയാണ് ധൈര്യം എന്ന് പറയുക. തും തോ ഇത്തനെ ഡർപോക് ഹോ കി ഘർ കി ഗായ് ഷേർ കെ ഹവാലെ കർ രഹേ थे. നിങ്ങൾ ഇത്രയും പേടിത്തൊണ്ടനാണ്. എന്താ ചെയ്തത്? പേടിച്ചിട്ട് വീട്ടിലത്തെ പശുവിനെ സിംഹത്തിന് കൊടുക്കാൻ പോവായിരുന്നു. ഉധർ മാരെ ഭൂഖ് കെ ഷേർ കി ആന്തേ ചട്പട്ടാ രഹി ഥി. അവിടെ വിശന്ന് സിംഹത്തിൻ്റെ കുടല് കരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആന്തേ ചട്പട്ടാന പറഞ്ഞാൽ വിശന്ന് കുടല് കരിയ അല്ലെങ്കിൽ കുടല് മറിയ, അങ്ങനെ പലതും പറയാം. ഏക് ഭേഡിയെ പൂച്ച, മഹാരാജ് ക്യാ മാംല ഹേ? ഒരു ചെന്നായ അവിടെ വന്നു. എന്നിട്ട് ചോദിച്ചു, സിംഹരാജാവേ, എന്താണ് പ്രശ്നം? ആപ് ആജ് ബഹുത് ഉദാസ് ദിഖായി ദേ രഹേ ഹേ. ഇന്ന് നിങ്ങൾ ഭയങ്കര സങ്കടത്തിലാണല്ലോ. ഷേർ ने कहा, कुछ न पूछो, आज मुश्किल से जान बची है. आज एक ऐसी राक्षसी से पाला पड़ गया जो रोज सुबह 4 शेरों का नाश्ता करती है. സിംഹം പറഞ്ഞു, ഒന്നും ചോദിക്കേണ്ട, ഇന്ന് ഭയങ്കര പ്രയാസപ്പെട്ടിട്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. ആജ് ഏക് ऐसी രാക്ഷസി സേ, ഇന്ന് ഒരു രാക്ഷസിയെ മുമ്പിൽ കണ്ടു. അവരെന്താ ചെയ്യുക? അവരെന്നും രാവിലെ 4 സിംഹത്തെയാണ് ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. യ സുൻകർ ഭേഡിയ ബഹോത് ഹസ. ഇത് കേട്ടതും ചെന്നായ ഒന്ന് ചിരിച്ചു. വേ സുബ ജാടി മേ ഛിപ്കർ സാരാ തമാശ ദേഖ് രഹാ ഥാ. അവൻ പുല്ലിൻ്റെ പിറകിൽ ഒളിഞ്ഞിരുന്നിട്ട് എല്ലാ തമാശയും കാണുമായിരുന്നു. തമാശ ഇവിടെ പറഞ്ഞ എല്ലാം നടന്നതൊക്കെ കാണുമായിരുന്നു. ഉസ്നെ കഹാ, ഭോലെ ബാദ്ഷാ, വേ തോ ബിത്തോ ഥി ജിസെ ആപ്നെ രാക്ഷസി സമജ് ലിയാ ഥാ. പാവം രാജാവേ, അത് ബിത്തോ ആയിരുന്നു, നിങ്ങൾ രാക്ഷസി എന്ന് കരുതിയത്. ആപ് ഇസ് ബാർ ഫിർ കോശിഷ് കർക്കെ ദേഖിയേ. ഇപ്രാവശ്യം പിന്നെയും ട്രൈ ചെയ്ത് നോക്കൂ. അഗർ ബേൽ ആപ്കെ ഹാത്ത് ന ആയേ തോ മേരാ നാം ഭേഡിയ നഹി. നിങ്ങളുടെ കയ്യിൽ ഇപ്രാവശ്യം കാളകൾ വന്നില്ലെങ്കിൽ എൻ്റെ പേര് ചെന്നായ അല്ല. ബഹുത് कहने सुनने पर शेर किसान के खेत में जाने के लिए तैयार हो गया. കുറേ പ്രാവശ്യം ചെന്നായ പറഞ്ഞപ്പോൾ സിംഹം കർഷകൻ്റെ പാടത്ത് പോവാൻ തയ്യാറായി. ലേക്കിൻ ഉസ്നെ ഭേഡിയെ സേ കഹാ, പക്ഷേ അവൻ ചെന്നായുടെ അടുത്ത് പറഞ്ഞു, തും അപ്നി പൂഞ്ച് മേരി പൂഞ്ച് സേ ബാന്ധ് ലോ. നീ നിൻ്റെ വാല് എൻ്റെ വാലിൻ്റെ കൂടെ കെട്ടു. ദോനോ ജനെ പൂഞ്ച് ബാന്ധ് കർ ചൽ പടേ. രണ്ടാളും വാല് കെട്ടിയിട്ട് നടന്നു. ഉനെ ദേഖ്തേ ഹി കിസാൻ കെ ഹോഷ് ഹവാസ് ഉഡ് ഗയേ. അവരെ കണ്ടതും കർഷകൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. ബോധം പോണ പോലെ തോന്നി. വേ ഡർ സേ ഥർ ഥർ കാംപനെ ലഗ. പേടിച്ച് നല്ലോണം വിറയ്ക്കാൻ തുടങ്ങി. ലേക്കിൻ ബിത്തോ ബിൽക്കുൽ നഹി ഘബറായി. ബിത്തോ ഒട്ടും പേടിച്ചില്ല. भेड़िए के पास जाकर उसने कहा, क्यों रे भेड़िए, तू तो अभी वादा करके गया था कि तू अपनी पूंछ से 4 शेर बांध कर लाएगा. क्यों रे भेड़िए, എന്താ ചെന്നായേ, നീ അല്ലേ ഇപ്പോൾ പ്രോമിസ് ചെയ്തത് നീ നിൻ്റെ വാലിൽ 4 സിംഹത്തെയാണ് കെട്ടിയിട്ട് വരിക. ലേക്കിൻ തൂ തോ സിർഫ് ഏക് ഹി ഷേർ ലായാ ഹേ. പക്ഷേ നീ വെറും ഒരു സിംഹത്തെയാണല്ലോ കൊണ്ടുവന്നിരിക്കണത്. വഹ ബി മരിയൽസ, അതും എല്ലും തോലുമായത്, മെലിഞ്ഞിട്ടുള്ളത്. ഭല ഇസെ ഖാക്കർ മേരി ഭൂക്ക് മിട്ട് സക്തി ഹേ. ഒന്ന് വിചാരിച്ച്, ഇത് കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് മാറുമോ? ഖേർ ഇസ് വക്ത് യഹി സഹി. സാരമില്ല, ഈ സമയത്ത് ഇത് തന്നെ ധാരാളം. ഇത്ന കേക്കർ ബിത്തോ ആകെ ബടി. ഇത്രയും പറഞ്ഞിട്ട് ബിത്തോ അവരുടെ മുമ്പിൽ
പോയി. അവരുടെ നേരെ നടക്കാൻ തുടങ്ങി. ഷേർ കെ ഹോഷ് ഹവാസ് ഉഡ് ഗയെ. ഇത് കേട്ടതും സിംഹത്തിൻ്റെ ബോധം പോകാൻ തുടങ്ങി. ഉസ്നെ സമझा कि भेड़िए ने उसके साथ धोखा किया है. അവൻ വിചാരിച്ചു ഭേഡിയ ചെന്നായ അവനെ ചതിച്ചു എന്ന്. വേ ഫോറൻ വഹാസെ ഭാഗ. ഉടൻ തന്നെ ഓടി. ഭേഡിയ ബഹോത് ചീക്കാ ചില്ലായ. ചെന്നായ കുറേ ഒച്ച വെച്ചു. ലേക്കിൻ ഷേറിനെ ഏക് ന സുനി. സിംഹം ഒരു പ്രാവശ്യം പോലും കേട്ടില്ല. തേജി സെ ഭാഗ്താ ചലാ ഗയ. വളരെ പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരുന്നു. കിസാൻ ഓർ ബിത്തോ ആരാം സെ രഹനെ ലഗെ. കർഷകനും ഭാര്യയും സുഖമായി ജീവിക്കാൻ തുടങ്ങി. ഉन्हें मालूम था कि अब शेर उनके खेत की तरफ फिर कभी नहीं आएगा. അവർക്കറിയാമായിരുന്നു ഇനി സിംഹം അവരുടെ പാടത്ത് ഒരിക്കലും വരില്ല എന്ന്. ഷേർ കിസാൻ സെ ക്യാ ലേനെ ഗയാ ഥാ. സിംഹം കർഷകൻ്റെ അടുത്ത് എന്ത് വാങ്ങാനാണ് പോയത്? ഷേർ കിസാൻ സെ ബേൽ ലേനെ ഗയാ ഥാ. കാളകളെ വാങ്ങാനല്ലേ പോയത്. ഷേർ നെ ബിത്തോ കോ രാക്ഷസി ക്യൂ സമജ് ലിയ. സിംഹം എന്തിനാ ബിത്തോനെ രാക്ഷസി എന്ന് കരുതിയത്? കാരണം അവർ ഭക്ഷണത്തിൽ 4 സിംഹത്തെ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന് രാക്ഷസി മാതിരി തോന്നി. ബേൽ കി ജാൻ കേസെ ബച്ച് ഗയി. ബേൽ കാളകളുടെ ജീവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ബിത്തോടെ ഐഡിയ വെച്ചിട്ട് ബിത്തോന് സൂത്രം തോന്നിയ കാരണമാണ് കാളകളും പശുവും രക്ഷപ്പെട്ടത്. नीचे कुछ शब्दों के नीचे रेखा की खींची हुई है. उन्हें ध्यान में रखते हुए नीचे लिखे वाक्यों को अपने शब्दों में लिखो. एग्जाम्पल പറയാം. बित्तो घोड़े पर सवार हो गई. बित्तो घोड़े पर सवार हो गई ने നമുക്ക് പറയാം बित्तो घोड़े पर बैठ गई. तुम घर की गाय को शेर के हवाले कर रहे थे. അങ്ങനെ പറയാം. तुम घर की गाय को शेर को दे रहे थे. आज एक राक्षसी से पाला पड़ गया. आज एक राक्षसी से सामना हुआ. अगर बैल आपके हाथ ना आए तो मेरा नाम भेड़िया नहीं. अगर बैल आपको नहीं मिले तो मेरा नाम भेड़िया नहीं. शेर को देखते ही किसान के होश हवास गुम हो गए. शेर को देखते ही किसान घबरा गया. शेर तो डर कर भाग गया. सोचो तो भेड़िया का क्या हुआ होगा. സിംഹം പേടിച്ച് വിറച്ചോടിപ്പോയി. അപ്പോൾ ചെന്നായ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചെന്നായയും അവിടെ നിന്ന് ഓടിയിട്ടുണ്ടാവും. ഷേർ കിസാൻ കെ പാസ് കിത്നി ബാർ ഗയാ ഥാ. കഹാനി ദേഖ് കെ ബതാओ. സിംഹം കർഷകൻ്റെ അടുത്ത് എത്ര പ്രാവശ്യമാണ് പോയത്? 2 പ്രാവശ്യം. മേരി ഛത് പർ മോർ ആയാ. മേരി ഛത് പർ മോർനി ആയി. മോർ പീകോക്ക്. പീകോക്ക് ഇത് ജെൻഡർ മാറ്റലാണ്. മെയിലും ഫീമെയിലും. മോർ പീകോക്ക് മെയിൽ, മോർനി पीहन फीमेल वर्जन. मोर मोरनी की तरह नीचे लिखे शब्दों को भी रूप बदल. औरत आदमी, शेर शेरनी, बच्चा बच्ची, घोड़ा घोड़ी, मछुआरा मछुआरन, राजा रानी. शेर ने बित्तो को राक्षसी समझ लिया. वह खेत में नहीं जाना चाहता था, पर भेड़िए के समझाने पर वह राजी हो गया. सोचो शेर और भेड़िए के बीच क्या बातचीत हुई होगी. സിംഹം ബിത്തോനെ രാക്ഷസി എന്ന് കരുതിയതാണ്. അവൻ പാടത്ത് പോവാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ചെന്നായ കുറേ പറഞ്ഞപ്പോൾ അവൻ പോവാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. കഹാനി में तुमने दरांती का चित्र देखा. दरांती അരിവാളിൻ്റെ ചിത്രം കണ്ടു. नीचे ऐसे ही कुछ और औजारों के चित्र दिए गए हैं. उन्हें पहचानो और बॉक्स में दिए शब्दों में से सही शब्द ढूंढकर लिखो. ഇതാണ് ഹത്തോടി. ഇത് പേച്ച്കസ്. ഇത് ഖുർപ്പി. ഇത് കർണി. ഇത് ആരി. ഷേർ और घोड़े में कई अंतर होते हैं. സിംഹവും കുതിരയും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ധ്യാൻ സെ സോച്ച്കർ നീച്ചെ ലിഖോ. ഇവിടെ നമുക്ക് നോക്കാം. ഖാന, സിംഹം മാംസമാണ് കഴിക്കുക, കുതിര പുല്ലാണ് കഴിക്കുക. സിംഹത്തിൻ്റെ ഘർ, സിംഹത്തിൻ്റെ വീട് ഗുഫ,
ഘോടയുടെ വീടിൻ്റെ പേരാണ് സ്റ്റേബിൾ. സിംഹം കളറ് ബ്രൗൺ ഉണ്ടാവും, ഗോൾഡൻ ഉണ്ടാവും. അതുപോലെ തന്നെ കുതിര ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ബ്രൗൺ കളർ. സിംഹത്തിൻ്റെ ആദത്തെ ബിഹേവിയർ, സ്വഭാവം എങ്ങനെയായിരിക്കും? സിംഹം മറ്റ് മൃഗങ്ങളെ കൊല്ലും. ഓടിച്ചിട്ട് അതിൻ്റെ മേലെ കയറി അതിന് ഫ്ലഷൊക്കെ കഴിക്കുമല്ലോ. പക്ഷേ ഘോഡയെ എങ്ങനെയാണ് നമ്മൾ ഘോഡയ്ക്ക് സവാരി ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ലഗേജ് കൊണ്ടുപോകാൻ ഉപയോഗിക്കാം. നീച്ചെ ദിയെ ഗയ ശബ്ദോं को सही तालिका में लिखो. ഇവിടെ ജാൻവർ പറഞ്ഞ മൃഗം, ചീജെ തിങ്സ്, നാം പേര്. കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്, അതിനെ ഓരോ ഈ ടേബിളിൽ എഴുതണം. കിസാൻ കർഷകൻ പേരാണ്, ബോത്തൽ സാധനം, ലത പേര്, കക്കു പേര്, കേല സാധനം, കലം സാധനം, രാജു പേര്, രാണു പേര്, ചൂഹ ജാൻവർ, നീന പേര്, ഷേർ ജാൻവർ, ജൂത്ത ചെരുപ്പ് സാധനം, ചാർപ്പായി കട്ടിൽ, ഫോൾഡിംഗ് കട്ടിലിനെയാണ് ചാർപ്പായി പറയുക, അത് സാധനം, പഗടി തലപ്പാവ് സാധനം, ഖർഗോഷ് ജാൻവർ റാബിറ്റാണ്, കരേല കയപ്പയ്ക്ക സാധനം, ഛൽനി അരിപ്പ സാധനം, ബിത്തോ പേര്, ഘോഡ പേര് കുതിര, ഗൗരയ്യ ബേർഡ് സ്പാരോനെയാണ് പറയുക, അത് ജാൻവർ, ബാൾട്ടി സാധനം, പീപ്പൽ മരമാണ് പേര്, കോയൽ പേര്, നീം പേര്, കിതാബ് സാധനം, ദരാന്തി അരിവാള് സാധനം.